ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണണേ. സിന്ധുവിൻ്റെ കല്യാണ ദിവസം വന്നെത്തി. അങ്ങനെ എല്ലാവരും സ്നേഹത്തോടു കൂടി വരുന്നവരെയൊക്കെ സ്വീകരിച്ച് അകത്തേക്ക് കയറ്റുകയാണ്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഹരിയും ഗായത്രിയും നിന്നുകൊണ്ട് അവിടെ വരുന്നവരെയൊക്കെ അകത്തേക്ക് കയറ്റുകയും അവർ ഡ്രിങ്ക്സൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ അതിനിടയിൽ സ്നേഹ വന്നിട്ട് പറഞ്ഞു, ഞാൻ അവിടെ നിൽക്കാം എന്ന് പറഞ്ഞ് ഹരിയുടെ അടുത്ത് തന്നെ സ്നേഹ നിൽക്കുകയാണ്. അപ്പോൾ ഗായത്രി അകത്തേക്ക് കയറിപ്പോയി. അതിനുശേഷം സ്നേഹയുടെ ഫോണിൽ ഒരു കോള് വരികയാണ്. സ്നേഹ അത് അറ്റൻഡ് ചെയ്യാതെ ഫോൺ നോക്കിയിട്ട് ഒരു ഷോക്കടിച്ചതുപോലെ നിൽക്കുകയാണ്. ഇവനിപ്പോൾ എന്തിനാ എന്നെ വിളിക്കുന്നത് എന്നുള്ളൊരു ധാരണയിൽ. അതേസമയം ഹരി സ്നേഹയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഹരി ഒന്നും അറിയാത്ത ഭാവത്തിൽ ചോദിക്കുകയാണ്, ആരാ സ്നേഹയെ? അത് എൻ്റെ ഒരു കൂട്ടുകാരനാണ്, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു, ഇതുവരെ വിളിച്ചില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചതാണെന്ന് പറയാണ്. എനിക്കിപ്പോൾ ഫ്രീ ടൈം ഉണ്ടായിട്ട് വേണ്ടേ, ഞാൻ അവളെ പിന്നെ വിളിച്ചോളാം. അവൾ പിന്നെ ആ ഫോൺ കോൾ വന്നതിന് ശേഷം ആകെ അപ്സെറ്റായി, വല്ലാത്ത രീതിയിലാണ് അവിടെ നിൽക്കുന്നത്. അപ്പോഴേക്കും അവൾ വിചാരിച്ചതുപോലെ തന്നെ അവൻ കയറി വരികയാണ്. അവൻ അടുത്ത കോളിന് കാത്തു നിൽക്കാതെ നേരിട്ടിങ്ങ് പോന്നല്ലോ. ഇപ്പം ഞാൻ എന്തു ചെയ്യും? അയാൾ ഒരു കൂസലില്ലാതെ ഹരിയുടെയും സ്നേഹയുടെയും അടുത്തേക്ക് തന്നെയാണ് പോയത്. ഹരിയാണെങ്കിൽ ഒന്നും അറിയാതെ വരൂ എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയാണ്. സ്നേഹ ആകെ പരിഭ്രമിച്ചിരിക്കുകയാണ്. അവൻ അവിടെ കണ്ട ആ തളികയിൽ നിന്നും കുറച്ച് സിന്ദൂരെടുത്തവൻ്റെ നെറ്റിയിൽ വെച്ച് അതിനുശേഷം സ്നേഹയെ നോക്കി ഒരു കള്ളച്ചിരിയും. അപ്പോൾ ഒന്നും അറിയാത്ത ഹരി പറയാണ്, അകത്തേക്ക് കയറിയിരുന്നോളൂ. അവൻ സ്നേഹയെ നോക്കിക്കൊണ്ട് തന്നെ അകത്തേക്ക് പോയി. ഹരി സ്നേഹയെ തന്നെയാണ് നോക്കുന്നത്. സ്നേഹ ആകെ ഒരു വല്ലാത്ത രീതിയിൽ അപ്സെറ്റായിരിക്കുകയാണ്. ഈശ്വര, അവൻ അകത്തേക്ക് കയറിയിരുന്നല്ലോ, ഇപ്പോൾ എന്ത് ചെയ്യും? അതേസമയം ഓരോരുത്തരായിട്ട് വരികയാണ്. ഹരി അവരെയൊക്കെ സ്വീകരിക്കുകയാണ്. ഹരി, അച്ഛാ, നിന്നെ വലിയമ്മ പന്തലിലേക്ക് വിളിക്കുന്നു മോനെ. ശരി അച്ഛാ, ഞാൻ വന്നേക്കാം. സ്നേഹേ, ഞാൻ പന്തലിൽ പോയിട്ട് വരുന്നു. ഇവിടുത്തെ കാര്യം നീ നോക്കിക്കോളുക. വരുന്നവർ കൂടുതലും നമ്മുടെ ബന്ധുക്കൾ തന്നെയായിരിക്കും. ഓക്കെ ഹരി, ശരി. സ്നേഹ പിന്നെ അയാളുടെ അടുത്തേക്ക് പോവുകയാണ്. അയാളുടെ അടുത്തെത്തി അയാളുടെ അടുത്തുള്ള കസേരയിൽ ഇരുന്നു. അവൻ ഒരു ചിരിയോടെ അവളെ നോക്കുകയാണ്. അവൾ വിഷമത്തോടെയും ദേഷ്യത്തോടെയും അവനോട് ചോദിക്കുകയാണ്, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? ഒരാഴ്ചയായിട്ട് നിന്നെ ഞാൻ വിളിക്കുന്നതല്ലേ, നീ ഫോൺ എടുത്തില്ലല്ലോ, അതാ ഞാൻ വിളിക്കാൻ വന്നത്. ഒരു കാര്യം ഞാൻ പറയാം, നിനക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ ഡാഡിയോട് ചോദിച്ചാൽ മതി, ഡാഡി തരും. എന്നെ ഇങ്ങനെ ശല്യം ചെയ്യാൻ വരരുത്. അതിന് നിൻ്റെ ഡാഡി ഫോൺ എടുക്കണ്ടേ? ഫോൺ എടുക്കുക, കട്ട് ചെയ്യുക. ദയവ് ചെയ്ത് നീ ഒന്ന് ഇവിടെ നിന്ന് പോയിത്താ, ഞാൻ ഡാഡിയെ ഇപ്പം തന്നെ വിളിച്ച് കാര്യം പറയാം. ഡാഡിയോട് ചോദിച്ചാൽ നിനക്ക് ആവശ്യമുള്ളതെല്ലാം തരും. നല്ലവളാണെന്ന് കരുതിയ ഹരി നിന്നെ കാമുകയായിട്ട് കൊണ്ടു നടക്കുന്നത്. യഥാർത്ഥ സ്വരൂപം അവനെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ, അതോടെ എല്ലാം തീരും. റാം, വെറുതെ കഥയും തോണ്ടിക്കൊണ്ട് വരരുത്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എന്നെക്കുറിച്ച് വല്ലതും ഇവിടെ പറഞ്ഞാൽ പിന്നെ വെറുതെ നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യേണ്ട. നിനക്കറിയാലോ ഞാൻ എന്താ ചെയ്യാന്ന്. മര്യാദയ്ക്ക് പോയിക്കോ ഇവിടുന്ന്. നിന്നെക്കുറിച്ച് ഞാനെന്തിനാ ഹരിയോട് പറയുന്നത്? അതുകൊണ്ട് എനിക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടാവാനാ? അറിയാത്തിടത്തോളം കാലം നിൻ്റെ തന്ത എനിക്ക് പണം തരും. നിന്നെയും നിൻ്റെ തന്തയെയും കുറിച്ച് ഞാൻ ഹരിയോട് പറയാതിരിക്കണമെങ്കിൽ എൻ്റെ ആവശ്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് നീ അങ്ങ് ചെയ്താൽ മതി. തന്തപ്പടിയോട് പറഞ്ഞേക്ക്. അതും പറഞ്ഞ് അവൻ അവിടെ നിന്നും എഴുന്നേറ്റു. അവൾ അവിടെ നിന്നും എഴുന്നേറ്റു. അതിനുശേഷം ഡാഡിയെ ഫോൺ ചെയ്യാണ്. പറയൂ സ്നേഹമോളെ. ഡാഡി അവൻ ഫോൺ വിളിച്ചിട്ട് റാം ഫോൺ വിളിച്ചിട്ട് ഡാഡി എന്താ എടുക്കാനിരുന്നേ? എന്നെ കാണാൻ മണ്ഡപത്തിൽ വന്നു ഡാഡി. അവനെന്തിനാ അങ്ങോട്ടേക്ക് വന്നത്? ഡാഡി, ഇനി അവൻ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ അവനെ സെറ്റിൽ ചെയ്ത് പറഞ്ഞേക്ക്. ഡാഡി, ഹരിയുടെയും എൻ്റെയും വിവാഹം കഴിയുന്നത് വരെ അവനിനി എന്നെ കാണാൻ വരാൻ പാടില്ല. പ്ലീസ് ഡാഡി. ബേബി, ഡോണ്ട് വറി, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഓക്കെ ഡാഡി. പിന്നെ പൂജാരി പൂജകളൊക്കെ ചെയ്യാണ്. അപ്പോൾ സിന്ധുവിൻ്റെ അടുത്തുള്ള കൂട്ടുകാരൻ അവൻ പറയാണ്, ചേച്ചി സമയം പോയിക്കൊണ്ടിരിക്കുക ചേച്ചി, എനിക്ക് പേടിയാവുന്നുണ്ട്. ചേച്ചി ആ കാർത്തികേയനെ കല്യാണം കഴിക്കാൻ പോവുകയാണോ? ഒരിക്കലും നടക്കില്ലടാ. പിന്നെ എന്താ ചേച്ചി ചെയ്യാൻ പോകുന്നേ? നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യുമോ? എന്താ ചേച്ചി? സിന്ധു അവൻ്റെ ചെവിയിൽ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുകയാണ്. അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവൾ പറയാണ്, നീ എന്താടാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എനിക്ക് പേടിയാവുന്നുണ്ടോ? കുറച്ച് പേടിയുണ്ട് ചേച്ചി, ധൈര്യമായിട്ട് ചെയ്യടാ. ഐഷു അകത്ത് കയറി ഡ്രസ്സൊക്കെ ചെയ്ത് അതിന് ശേഷം മേക്കപ്പൊക്കെ ചെയ്യാണ്. നല്ലൊരു പാട്ടൊക്കെ പാടുകയാണ്. അതിനുശേഷം സ്നേഹ അവിടെ കയറി വന്നിട്ട് ചോദിക്കുകയാണ്, ഐഷു, ഇവിടെ ഹരിയില്ലേ? ഏട്ടൻ ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ.
ഏട്ടനെ ഒന്ന് ഫോണിൽ വിളിച്ച് നോക്കിയേ. ശരി. മുഹൂർത്തത്തിന് സമയമാവുന്നു, എല്ലാം റെഡിയല്ലേ? സ്നേഹ ഫോൺ വാങ്ങിച്ചിട്ട് ഹരിയെ വിളിക്കുകയാണ്. സ്നേഹയല്ലേ വിളിക്കുന്നത്? പറയൂ സ്നേഹേ. നിൻ്റെ റൂമിൻ്റെ പുറത്തുണ്ട്. ഐഷു അവിടെ റൂമിനകത്തുണ്ടാവുമല്ലോ, അവളുടെ കൂടെ ഇരിക്കും, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ശരി ഹരി. പിന്നെ സ്നേഹേ, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഹരി, നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് തൽക്കാലം ഐഷു അറിയണ്ട. അവൾ എല്ലാവരുടെയും അടുത്ത് എന്ന് പറയും. എനിക്കൊരിഷ്ടമുണ്ടെന്ന് വല്യമ്മയോട് ആദ്യം പറയാത്തത് കൊണ്ട് അമ്മയ്ക്ക് സങ്കടപ്പെടാനായിട്ട് പിന്നെ അത് മതി. അതൊന്നും ഓർത്ത് ഹരി പേടിക്കണ്ട. ഓക്കെ. ഐഷു ചോദിക്കാണ്, ഏട്ടൻ എന്താ ചേച്ചി പറഞ്ഞേ? എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഓ അങ്ങനെ പറഞ്ഞോ? പിന്നെ ചേച്ചിക്ക് ചേട്ടനെ എത്ര കാലമായിട്ടറിയാം? കോളേജിൽ പഠിക്കുന്ന സമയത്തെ അറിയാലോ. UG PG ഒക്കെ ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് പഠിച്ചത്. അപ്പോൾ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതും ഒരുമിച്ചാ. അത് കൊള്ളാലോ. പഴയ ഫ്രണ്ട്ഷിപ്പാണല്ലേ? അതെ. ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ അതോ വേറെന്തെങ്കിലും ഉണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചേ? ഇത്ര വർഷമായിട്ട് ഒരു പെണ്ണിനും ചെക്കനും അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഞാനിങ്ങനെ ചോദിച്ചൊന്ന് ചേട്ടനോട് ചെന്ന് പറഞ്ഞേക്കല്ലേ. അത് മതി ചേട്ടൻ പിന്നെ എനിക്കിട്ട് താങ്ങാൻ. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ? ഹരിയേട്ടൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടായിരുന്നോ? എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നിന്റെ ഹരിയേട്ടൻ ഭയങ്കര പഠിപ്പിസ്റ്റായിരുന്നു. പഠിത്തത്തിന് അപ്പുറത്തേക്ക് വേറെ ഒരു കാര്യത്തിനും ഹരിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടല്ലേ ഇന്ന് സ്റ്റേറ്റ്സിൽ തന്നെ ബെസ്റ്റ് കാർഡിയോ സർജനായിട്ട് മാറിയത്. ഇനിയെങ്കിലും എൻ്റെ ഹരിയേട്ടൻ ആരെയെങ്കിലും പ്രേമിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ നീ നേരിട്ട് ഹരിയേട്ടനോട് തന്നെ ചോദിക്കുക. എൻ്റെ അമ്മോ, ഹരിയേട്ടനോട് ചോദിച്ചാൽ നല്ല കിഴുക്ക് വെച്ചേരും. അല്ലെങ്കിൽ തന്നെ ഞാൻ ശരിക്കും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദിവസവും 2 വെച്ച് എനിക്ക് തരുന്നുണ്ട്. അതും കൂടി പറഞ്ഞാൽ എൻ്റെ കഥ കഴിഞ്ഞത് തന്നെ. അപ്പോഴേക്കും ഹരി അങ്ങോട്ട് വന്നു. വാ ചേട്ടാ. എന്താ സ്നേഹേ, ഐശ്വര്യ എന്താ നിന്റെ ചെവി കടിച്ചത്? അതെങ്ങനെയാ ഹരിക്ക് മനസ്സിലായേ? കണ്ടോ ചേച്ചി, ഞാൻ ചേച്ചിയോട് വേണ്ടാതെ എന്തെങ്കിലും ചോദിച്ചോ? ഏയ് ഇല്ല, ഞങ്ങൾ വേറെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ മേലോട്ടൊന്ന് ചെല്ലട്ടെ. അമ്മ അവിടെയുണ്ട്. ബായ്. അവൾ എന്നോട് ഓരോന്നും ചോദിക്കുകയായിരുന്നു. നീ പെട്ടെന്ന് വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെന്ന് പറയാം. അതിന് അങ്ങനെ എന്താ അവൾ ചോദിച്ചേ? നമ്മൾ 2 പേർക്കും ഇടയിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണോ അതോ വേറെ വല്ല എന്തെങ്കിലും സ്നേഹമോ ബന്ധമോ ഉണ്ടോ എന്നവൾ ചോദിച്ചോ? നീ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഐഷുവിൻ്റെ സ്വഭാവം എനിക്കറിഞ്ഞൂടെ? അതുകൊണ്ടാണ് നിന്നോട് ഞാൻ നേരത്തെ ഫോണിൽ തന്നെ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി. അതിരിക്കട്ടെ, നമ്മൾ ഇഷ്ടത്തിലാണെന്ന് ഇതുവരെ വല്യമ്മയോട് പറയാത്തതിന് എനിക്ക് എന്തെങ്കിലും പ്രത്യേക റീസൺ ഉണ്ടോ? കാർത്തികേയൻ്റെ കല്യാണം ഇങ്ങനെ ഓരോ തവണ മുടങ്ങുന്നത് കൊണ്ട് വല്യമ്മ അല്ലെങ്കിൽ തന്നെ സങ്കടത്തിലാണ്. ആ സമയത്ത് ഞാൻ നിൻ്റെ കാര്യം കൂടി പറഞ്ഞാൽ വല്യമ്മയ്ക്ക് കൂടുതൽ വിഷമാവുമല്ലോ എന്ന് കരുതിയിട്ടാ. അതുകൊണ്ട് കേൻ്റെ കല്യാണം ഒന്ന് കഴിയട്ടെ സ്നേഹേ. അത് കഴിഞ്ഞ് നമ്മുടെ ഇഷ്ടത്തെക്കുറിച്ച് ഞാൻ തന്നെ വല്യമ്മയോട് കാര്യം പറയാം. കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യും. അതൊക്കെ വെയിറ്റ് ചെയ്യാം. ഇവിടെ എല്ലാവരും അമ്മയാണ് പേടിക്കുക, പക്ഷേ ഇവിടെ ഹരി വല്യമ്മയാണല്ലോ പേടിക്കുന്നത്. എനിക്ക് വല്യമ്മയോട് പേടിയൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കെൻ്റെ അമ്മയോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം വല്യമ്മയോടാ. നമ്മുടെ കുടുംബത്തിൽ ദമയന്തി വല്യമ്മ ശരിക്കും ദൈവത്തെ പോലെയാ. വല്യമ്മ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആരും തന്നെ ഇല്ല. ശരി, കാർത്തികേയൻ്റെ കല്യാണം കഴിഞ്ഞതും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ അഫയറിനെ പറ്റി വല്യമ്മയോട് പറഞ്ഞേക്ക്. അച്ഛൻ ദിവസവും എപ്പോഴാണ് ഞാൻ ഹരിയുടെ വീട്ടിൽ വന്ന് സംസാരിക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. കേൻ്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, വല്യമ്മയോട് ഞാൻ എല്ലാം തന്നെ തുറന്നു പറഞ്ഞോളാം. ഹരി ഞാനൊന്ന് ചെയ്താൽ എന്നെ വഴക്കുറിയോ? എന്തേ? ദേ അങ്ങോട്ടൊന്ന് നോക്കിയേ. അപ്പം തന്നെ ഹരി അങ്ങോട്ടേക്ക് നോക്കുകയാണ്. ആ തക്കം നോക്കി സ്നേഹ അവന് ഉമ്മ കൊടുക്കുകയാണ്. ആ ഉമ്മ കൊടുക്കുന്ന കറക്റ്റ് ടൈമിലാണ് സിന്ധു കതക് തുറന്ന് അകത്തേക്ക് വന്നത്. സിന്ധു ആ സീൻ കണ്ട് ആകെ അപ്സെറ്റായി അവിടെ തന്നെ നിൽക്കുകയാണ്. സിന്ധു പേടിച്ചരണ്ട പൂച്ചയെപ്പോലെ അവിടെ നിൽക്കുകയാണ്. സ്നേഹ നല്ല സന്തോഷത്തോടു കൂടി ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഹരിയും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. ഒടുവിൽ സിന്ധു കഥകടച്ച് പുറത്തേക്ക് പോയി. നീ എന്താ സ്നേഹയെ കാണിച്ചേ? സോറി ഹരി, ഐ വുഡിങ് കൺട്രോൾ മൈ സെൽഫ്. ഇറ്റ്സ് ഓക്കെ. അതും പറഞ്ഞവർ 2 പേരും സന്തോഷത്തോടെ ചിരിക്കുകയാണ്. അപ്പോഴാണ് ഐഷു വന്നിട്ട് പറയുന്നത്, ഹരിയേട്ടാ, ഏട്ടനെ വല്യമ്മ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. എന്നാൽ നീ കുറച്ചു നേരം ഐഷുവായിട്ട് മിണ്ടിയും പറഞ്ഞിരിക്കുക, ഞാൻ പോയി വല്യമ്മയെ കണ്ടിട്ട് വരാം. ഐഷു, വാല് ഞാൻ മുറിക്കുന്നുണ്ട്. സിന്ധു എന്തിനായിരിക്കും ഇപ്പോൾ ഈ റൂമിലേക്ക് വന്നത്? ഹരി ചിന്തിക്കാണ്. എന്നോട് എന്തെങ്കിലും പറയാനായിരിക്കുമോ?
കല്യാണം നടക്കുന്ന സമയത്ത് വേണ്ടാത്തതെന്തെങ്കിലും അവൾ പറഞ്ഞാലോ? എന്തായാലും കാര്യം എന്താണെന്ന് അവളോട് ചോദിച്ചേക്കാം. സിന്ധു വന്ന് അവളുടെ മുറിയിലിരിക്കുകയാണ്. അവൾ ചിന്തിക്കുന്നത് മുഴുവൻ സ്നേഹ ഹരിയെ പിടിച്ച് ഉമ്മ കൊടുക്കുന്ന കാര്യമാണ്. ഈ സമയത്ത് നല്ലൊരു പാട്ടാണുള്ളത്. സിന്ധു ആ രംഗം, അതായത് ആ സീൻ തന്നെ മനസ്സിൽ ഓർത്തോർത്ത് ഇരിക്കുകയാണ്. പിന്നെ അതിനുശേഷം സിന്ധു പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാണ്. ചെറിയ കുട്ടിപ്രായത്തിൽ അവർ രണ്ടുപേരും കൂടി കളിച്ചതൊക്കെ, സിന്ധുവിന് ഹരി പാദസരം കെട്ടിക്കൊടുക്കുന്നതൊക്കെ. സിന്ധു ആ പഴയ താലി എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് അതും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാണ്. അപ്പോഴാണ് അവളുടെ ആ കൂട്ടുകാരൻ വന്നത്. അവൻ അടുത്ത് വന്നിട്ട് കണ്ടപ്പോൾ അവൾ ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞത് ചെയ്തായിരുന്നോ? ചെയ്തു ചേച്ചി. ഇനി എന്താ ചേച്ചി നമ്മൾ ചെയ്യാൻ പോകുന്നേ? അതൊക്കെ ഞാൻ പറയാം. അപ്പോഴാണ് അവളുടെ അമ്മ സിന്ധു എന്ന് വിളിച്ചിട്ട് അകത്തേക്ക് വരുന്നത്. അതിൻ്റെ കൂടെ ദമയന്തി ചേച്ചിയും കൂടി വിളിക്കുകയാണ്, വാ ദമയന്തി ചേച്ചി, അയ്യോ വാ, ദേ നോക്കിക്കേ. ദമയന്തി ചേച്ചി പറയാണ് അവളെ കണ്ടിട്ട്, എൻ്റെ മരുമോൾക്ക് എല്ലാം കഴിഞ്ഞ് ഒന്ന് ഒഴിഞ്ഞിടണം. എനിക്കൊരു മരുമകളെ വേണമെന്നേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. പക്ഷേ ആ ദൈവം മഹാലക്ഷ്മിയെ തന്നെയാണ് എനിക്ക് തന്നത്. സിന്ധു ഒരിക്കലും നിൻ്റെ മരുമകൾ ആകില്ലടി ദമയന്തി എന്ന് അടുത്ത് നിന്ന് ഹരിയുടെ അമ്മ മനസ്സിൽ പറയാണ്. കേട്ട സിന്ധു, ദമയന്തി ചേച്ചി നിന്നെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് കണ്ടോ? സിന്ധുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഗിരീഷിൻ്റെ പിള്ളേർ തൊട്ടടുത്ത മുറിയിൽ തന്നെയുണ്ട്. പിന്നെ അവർ കാത്തിരിപ്പുണ്ട്. ഇവരെല്ലാം ഇങ്ങനെ ചുറ്റിനും നിന്നാൽ സിന്ധുവിനെ പൊക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. എത്രയും പെട്ടെന്ന് ഇവരെയൊക്കെ ഒന്ന് സിന്ധുവിൻ്റെ മുറിയിൽ നിന്നും പുറത്താക്കണമല്ലോ. എന്തോ അതിനൊരു വഴി. ഹരിയുടെ അമ്മ ഇതൊക്കെ ആലോചിക്കുകയാണ്. ഗിരീഷ് കൂട്ടുകാരോട് ചോദിക്കുകയാണ്, എടാ എല്ലാം റെഡിയാണല്ലോ അല്ലേ? അബദ്ധമൊന്നും കാണിച്ചേക്കല്ലേ? ഗിരീഷേ, ഞങ്ങൾ റെഡിയാ. നീ പറയുമ്പോൾ ഞങ്ങൾ അകത്തേക്ക് കയറി മയക്കുമരുന്നിൻ്റെ സ്പ്രേ അവളുടെ മുഖത്തേക്കടിച്ച് ആ പെണ്ണിനെ ആ ടാർക്കോൾ സഞ്ചിക്കകത്ത് കെട്ടിയിട്ട് ഞങ്ങൾ കൊണ്ടുപോയി കളാടാ. നീ ധൈര്യമായിട്ടിരിക്കുക ഗിരീഷേ. അപ്പോഴാണ് ഗിരീഷിൻ്റെ ഫോൺ റിങ് ചെയ്തത്. ആ ചേച്ചി, ഇവിടെ എല്ലാവരും റെഡിയാ. ചേച്ചി പറയേണ്ട താമസമേ ഉള്ളൂ. നീ ഒന്ന് നിൽക്കടാ. സിന്ധുവിൻ്റെ മുറിയിലിപ്പോൾ ദമയന്തിയും ശാരദയും മറ്റെല്ലാവരും ഉണ്ട്. ഇവരിവിടുന്ന് പുറത്തേക്ക് പോയതും ഞാൻ പറയാം. എൻ്റെ ആൾക്കാരോട് അവിടെ നിന്നൊന്ന് മാറി നിൽക്കാൻ പറ. ശരി. എടാ, സിന്ധുവിനെ തട്ടിക്കൊണ്ടു പോകുന്നതെല്ലാം അവിടെ നിൽക്കട്ടെ. എങ്ങനെയാണ് ഇവിടുന്ന് പുറത്തേക്ക് പോവുക? ഗിരീഷ് അതിൻ്റെ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ശരിയെന്നാ, എല്ലാം വിചാരിച്ചതുപോലെ തന്നെ നടക്കട്ടെ. ഒരു പക്ഷേ അവർ പിടിക്കപ്പെട്ടാലും നമ്മളാണ് ഇതിന് പിന്നിൽ എന്ന് പുറത്തു വരരുത്. അതാ പിള്ളേരോട് പ്രത്യേകം പറഞ്ഞേക്ക്. ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചി. അത് ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം ചേച്ചി. സിന്ധുവിൻ്റെ റൂമിൽ നിന്നും ദമയന്തി പോയതിന് ശേഷം ഞാൻ വിളിക്കാം. അവർ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഐഷു അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഐഷുവിനോട് പറയാണ്, എടി നീ അങ്ങോട്ട് ചെന്നിട്ട് സിന്ധുവിൻ്റെ റൂമിൽ പോയിട്ട് ദമയന്തി ചേച്ചിയോടും അവരുടെ സിന്ധുവിൻ്റെ അമ്മയോടൊക്കെ ഗുരുക്കൾ വിളിക്കുന്നുണ്ട് പൂജ നടത്താൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചു കൊണ്ടപ്പെടും. ഞാൻ വിളിക്കാം, അമ്മ വരുന്നില്ലേ? ഞാൻ വരാം, നീ അങ്ങോട്ട് ചെല്ലേ. ശരി. ഈ സമയം സിന്ധുവിനോട് ഗായത്രി ചോദിക്കുകയാണ്, ഞങ്ങളോട് എന്താ ഒന്നും മിണ്ടാത്തത്? അവിടെ അമ്മ പറയാണ്, കല്യാണം ഉറപ്പിച്ചതോടെ അവൾ ആകെ സൈലൻ്റായിപ്പോയി. കേട്ട് എല്ലാവരും അവളെ തന്നെ നോക്കുകയാണ്. അപ്പോൾ അവളുടെ അമ്മ വീണ്ടും പറയാണ്, ഇതെന്ത് സ്വഭാവമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇനി കല്യാണം കഴിയുമ്പോൾ എല്ലാം മാറിക്കോളും. നീ അതൊന്നും ശ്രദ്ധിക്കേണ്ട ഗായത്രി. സിന്ധു നിനക്ക് നല്ലൊരു കൂട്ടുകാരിയായിരിക്കും. ഇത് ഇവളുടെ പ്രകൃതം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ശരി. അപ്പോഴാണ് ഐഷു അവിടെ വന്നത്. എന്നിട്ട് പറയാണ്, വല്യമ്മേ, നിങ്ങളെ എല്ലാവരെയും ഗുരുക്കൾ പന്തലിലേക്ക് വിളിക്കുന്നുണ്ട്. പൂജ ചെയ്യാണ്ടത്രേ. ഓ, ഇത് ഭൈരവി എവിടെ? എനിക്കറിയില്ല അമ്മേ. എന്നാൽ പിന്നെ ഞാൻ പോയി ഭൈരവിയെ ഇങ്ങോട്ടേക്ക് അയക്കാം. അച്ചു, വരെ നീ ചേച്ചിയുടെ കൂടെ നിൽക്ക്. എന്നാ ദമയന്തി ചേച്ചി വാ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. സിന്ധു. എല്ലാവരും പുറത്തു പോയതിന് ശേഷം അച്ചു ചോദിക്കാണ് അവളോട്, ഇനി എന്താ അടുത്ത പ്ലാൻ ചേച്ചി? അപ്പോഴേക്കും ഹരി അവിടെ എത്തി. എന്നിട്ട് ഹരി പറയാണ്, അച്ചു, എനിക്ക് സിന്ധുവിനോട് ഒരു കാര്യം പറയാനുണ്ട്. അച്ചു അത് കേട്ടതും പുറത്തേക്ക് പോയി. എന്താ സിന്ധു, നീ എന്തിനാ എൻ്റെ റൂമിലേക്ക് വന്നത്? എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? സ്നേഹയും ഞാനും തമ്മിൽ എത്രമാത്രം അടുപ്പത്തിലാണെന്ന് നീ നേരിട്ട് കണ്ടതല്ലേ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതും ഞാനിത് നേരിട്ട് വീട്ടിൽ അവതരിപ്പിക്കും. അമ്മയോട് പറഞ്ഞ് കല്യാണത്തിനുള്ള സമ്മതം വാങ്ങണം. സ്നേഹയുടെ ഡാഡിയും കാർത്തികേയൻ്റെ കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങളുടെ കാര്യം സംസാരിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഞാൻ പോലും അറിയാതെയാണ് നിനക്കെന്നോട് ഇഷ്ടം തോന്നിയത്. അതൊരു ദുസ്വപ്നമായി നീ അങ്ങ് മറന്നേക്ക്. എന്നെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ നീ എന്നേക്കുമായി മനസ്സിൽ നിന്നും എടുത്തു കളഞ്ഞേക്ക്.
എന്നും നിനക്ക് നല്ലൊരു സുഹൃത്തായി ഞാൻ കൂടെയുണ്ടാവും. നീ എന്നെ സ്നേഹിച്ചതോ ഞാനത് അവോയ്ഡ് ചെയ്തതോ ഒന്നും നീ ഒരു കാലത്തും കാർത്തികേയനോടും ദമയന്തി വല്യമ്മയോടും പറയരുത്. അവരെങ്ങാനും ഇതേക്കുറിച്ച് അറിഞ്ഞാൽ കുടുംബത്തിലത് വലിയ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത് എന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലേ? നമ്മളെല്ലാവരും ഇനി ഒരു കുടുംബത്തിലെ അംഗങ്ങളായി ഒരുമിച്ച് ജീവിക്കേണ്ടവരാ സിന്ധു. നമ്മുടെ കുടുംബത്തിൻ്റെ മൊത്തം സന്തോഷവും നിന്റെ തീരുമാനത്തിലുള്ളത്. ഹരിയുടെ സംസാരം കേട്ട് സിന്ധു ഒന്നും മിണ്ടിയില്ല. ഹരി പറയാനുള്ളതൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോവാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സീ യു ഓൾ.